നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കത്തിയാക്രമണത്തിൽ വിറച്ച് വീണ്ടും ബ്രിട്ടൻ. ഇത്തവണ പാസഞ്ചർ ട്രെയിനിലായിരുന്നു അക്രമികളുടെ വിളയാട്ടം. കത്തിയുമായി ട്രെയിനിൽ കയറിയ അക്രമികൾ സഹയാത്രികരെ മാരകമായി ആക്രമിക്കുകയായിരുന്നു. കുത്തേറ്റവർ നിലവിളിച്ചുകൊണ്ട് ട്രെയിനിനുള്ളിലൂടെ ഓടി മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകി. നിരവധി പേർക്ക് കുത്തേറ്റു. 9 പേരുടെ നില ഗുരുതരമാണ്. ഡോൺകാസ്റ്ററിൽ നിന്ന് ലണ്ടൻ കിങ്സ് ക്രോസിലേക്കുള്ള പാസഞ്ചർ ട്രെയിനിലായിരുന്നു ശനിയാഴ്ച ചോരക്കളി. സംഭവത്തിൽ 2 പേരെ ഭീകരവിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. രക്തത്തിൽ കുളിച്ച് നിരവധി പേർ ഓടുന്നതായി കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ചിലർ കുഴഞ്ഞു വീണു. അവരുടെ കയ്യിൽ കത്തിയുണ്ട്, രക്ഷപ്പെട്ടോളൂ എന്ന് അലറി വിളിച്ച് ചിലർ രക്തത്തിൽ കുളിച്ച് ഓടുന്നത് കണ്ടതായും യാത്രക്കാർ പറഞ്ഞു. ട്രെയിനിൽ ഉണ്ടായിരുന്നവരെ ബസ്സുകളിൽ സ്റ്റേഷനിൽ നിന്ന് നീക്കി. 2 ദിവസം മുൻപ് ഒരു അഫ്ഗാൻ അഭയാർത്ഥി വടക്ക് പടിഞ്ഞാറൻ ലണ്ടനിൽ 3 പേരെ കുത്തിയിരുന്നു. 2 പുരുഷന്മാർക്കും 14കാരനുമാണ് പരിക്കേറ്റത്. ഇതിൽ 49കാരൻ മരിച്ചു. 22കാരനായ അഭയാർത്ഥിയാണ് സംഭവത്തിൽ അറസ്റ്റിലായത്. ഇതിന്റെ ഞെട്ടൽ മാറും മുൻപെയാണ് ട്രെയിനിൽ ആക്രമണം. കഴിഞ്ഞ വർഷം ഹോട്ടൽ ജീവനക്കാരിയായിരുന്ന ബ്രിട്ടീഷ് യുവതിയെ ഒരു സുഡാൻ അഭയാർത്ഥി സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ബസ്കോട്ട് സ്റ്റേഡിയം റെയിൽവേ സ്റ്റേഷനിൽ കുത്തിക്കൊന്നത് രാജ്യത്തെ ഞെട്ടിച്ചിരുന്നു. 23 തവണ യുവതിയെ കുത്തിയ ശേഷം അക്രമി പൊട്ടിച്ചിരിച്ചുകൊണ്ട് നൃത്തം ചെയ്തത് CCTVയിൽ പതിഞ്ഞിരുന്നു. 19കാരൻ പ്രതിയായ ഈ കേസ് വിചാരണയിലാണ്. പാലക്കാട് ചിറ്റൂരിൽ കാണാതായ ഇരട്ട സഹോദരങ്ങളായ 9ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മൃതദേഹം കുളത്തിൽ കണ്ടെത്തി. ശനിയാഴ്ച വൈകിട്ട് കുളത്തിന് സമീപമുള്ള ലങ്കേശ്വരം ശിവക്ഷേത്രത്തിൽ പോയതാണ് ലക്ഷ്മണനും രാമനും. പിന്നീട് കാണാതാവുകയായിരുന്നു. ഇന്നലെ കുളത്തിലും പരിസരത്തും പരിശോധന നടത്തിയിരുന്നു. ഇന്ന് രാവിലെ ലക്ഷ്മണന്റെ മൃതദേഹമാണ് ആദ്യം കുളത്തിൽ കണ്ടത്. പിന്നീട് രാമന്റെ മൃതദേഹവും ലഭിച്ചു. നീന്തൽ അറിയാത്തിരുവരും മീൻ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കുളത്തിൽ വീണ് അപകടത്തിൽപ്പെട്ടതാണെന്ന് സംശയിക്കുന്നു. ചിറ്റൂർ സ്വദേശി കാശി വിശ്വനാഥിന്റെ മക്കളാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി റസൂൽ പൂക്കുട്ടി സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ സ്ഥാനമൊഴിഞ്ഞ ചെയർമാൻ പ്രേംകുമാറിനെ ക്ഷണിക്കാത്തതിൽ വിവാദം. അപ്രതീക്ഷിതമായാണ് പ്രേംകുമാറിനെ നീക്കി റസൂൽ പൂക്കുട്ടിയെ ചെയർമാനാക്കിയത്. ഇക്കാര്യം തന്നെ ആരും അറിയിച്ചില്ലെന്ന് പ്രേംകുമാർ പറഞ്ഞു. ചടങ്ങിൽ വിളിക്കാതിരുന്നതിൽ വിഷമമുണ്ട്. തന്നെ ഏൽപ്പിച്ച ജോലി സുതാര്യമായി ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ഇറങ്ങാത്തതും ആശാസമരത്തെ പിന്തുണച്ച് സംസാരിച്ചതുമാണ് പ്രേംകുമാറിനെ നീക്കാൻ കാരണമെന്ന ആരോപണമുണ്ട്. എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ പ്രേംകുമാർ തയ്യാറായില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ ചൊല്ലി ഇൻസ്റ്റഗ്രാമിലുണ്ടായ തർക്കം ഒടുവിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ കലാശിച്ചതായി പരാതി. തൃശൂർ ദേശമംഗലത്ത് കൗമാരക്കാരനാണ് മർദ്ദനമേറ്റത്. 19കാരനായ ജസീമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച ദേശമംഗലം പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് ആൾക്കൂട്ടം മർദ്ദിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള തർക്കം ചീത്തവിളിയിൽ കലാശിച്ചെന്ന് ആരോപിച്ചാണ് പള്ളം സ്വദേശികൾ മർദ്ദിച്ചതെന്നാണ് പരാതി. 13 പേർക്കെതിരെ കേസെടുത്തു. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച ലീഗ് നേതാവ് PMA സലാമിനെ തള്ളി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രീയ വിമർശനങ്ങൾ വേണ്ടതാണെങ്കിലും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകരുതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് PM ശ്രീയിൽ സർക്കാർ ഒപ്പിട്ടതെന്നായിരുന്നു സലാമിന്റെ അധിക്ഷേപം. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ KS ശബരിനാഥ് മത്സരിക്കുമെന്ന വാർത്ത താൻ അറിഞ്ഞില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അത് താൻ അറിയാത്ത കാര്യമാണെന്നും പ്രാദേശിക വിഷയമായതിനാൽ തിരുവനന്തപുരത്തുകാർ തീരുമാനിച്ചോളുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെന്നൈയിൽ ട്രെയിനുകളുടെ ബാറ്ററികൾ മോഷ്ടിച്ച അഭിഭാഷകൻ പിടിയിൽ. 134 ബാറ്ററികളാണ് ഇയാൾ മോഷ്ടിച്ചത്. പൊന്നേരി സബ് രജിസ്ട്രാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന 38കാരനായ നാഗരാജനെ RPF അറസ്റ്റ് ചെയ്തു. ഗുഡ്സ് ട്രെയിനുകൾ അറ്റകുറ്റപ്പണിക്കായി നിർത്തിയിടുന്ന യാർഡുകളിൽ നിന്നായിരുന്നു മോഷണം. 1 വർഷത്തിനിടെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാറ്ററി ഇയാൾ മോഷ്ടിച്ചു വിറ്റു. മോഷണം നടത്തുന്നതിനിടെ വെള്ളിയാഴ്ച പുലർച്ചെയിലാണ് പിടിയിലായത്. ബീഹാറിൽ ജൻസുരാജ് പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് JDU സ്ഥാനാർത്ഥിയും മുൻ MLAയുമായ അനന്ത് സിംഗ് അറസ്റ്റിലായി. ദുലർചന്ദ് യാദവ് കൊല്ലപ്പെട്ട കേസിലാണ് മൊക്കാമ സീറ്റിലെ JDU സ്ഥാനാർത്ഥി കൂടിയ ഇയാൾ അറസ്റ്റിലായത്. 2 സഹായികളും പിടിയിലായിട്ടുണ്ട്. ചൊവ്വാഴ്ച ഈ സീറ്റിലെ പ്രചാരണം തീരാനിരിക്കെ സ്ഥാനാർത്ഥി അറസ്റ്റിലായത് NDA സഖ്യത്തിന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. രാഷ്ട്രീയ ജനതാദൾ മുൻ നേതാവാണ് കൊല്ലപ്പെട്ട യാദവ്. ജൻസുരാജ് ടിക്കറ്റിൽ മത്സരിക്കുന്ന അനന്തരവന് വേണ്ടി മൊക്കാമയിൽ പ്രചാരണം നടത്തുന്നതിനിടെയാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത്.